എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 14-ന്റെ 1 മുതൽ 4 വരെ. അപ്പോൾ സഭയൊക്കെയും ഉറക്കം നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതമാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ പ്രഭാത ധ്യാനം നടത്തി വരുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കാദേസ് ബർണയിൽ വന്ന് കനാൻ ദേശം എങ്ങനെയുള്ളത് എന്ന് ഉറ്റുനോക്കുവാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ വീതം 12 പേര് പോയി മടങ്ങി വന്ന് 10 ആളുകൾ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനം എടുക്കുന്ന നിലപാടുകൾ അവർക്ക് തന്നെ ദോഷമായി ഭവിച്ചു എന്ന ചിന്തയിലേക്കാണ് ഈ വേദഭാഗം വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ടാണ് അവരെ തങ്ങളുടെ പരിമിതികളെ, അല്ലെ മാനുഷികമായ പരിമിതികളെ കണ്ട് ദൈവത്തിനും മോശയ്ക്കും ഒക്കെ വിരോധമായി സംസാരിക്കുന്നത്? 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, അവർ മനുഷ്യരെ ദൈവത്തെക്കാൾ വലിയതായി കണ്ടു എന്നതാണ്. അനാഖ്യ മല്ലന്മാരെ തങ്ങളെ വിടുവിച്ച ദൈവത്തെക്കാൾ വലിയതായി കണ്ടതുകൊണ്ടാണ് അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോയത്. എപ്പോഴും നമ്മുടെ പ്രതിയോഗിയേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം എന്ന് കാണാനുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകില്ല. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! ദാവീദിന് അവൻ്റെ ദൈവം ഗോലിയാത്തിനേക്കാൾ വലിയവനായിരുന്നു. ദാനിയേലിന് സിംഹത്തേക്കാൾ ദൈവം ബലവാനായിരുന്നു. പൗലോസ് അപ്പോസ്തലന് അവൻ്റെ ദൈവം റോമ സാമ്രാജ്യത്തേക്കാൾ വലിയവനായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനായിട്ട് കാണണം. നമ്മുടെ ശത്രുക്കളേക്കാൾ വലുതായി നമ്മുടെ ദൈവത്തെ കാണാൻ കഴിയണം. ഒരു 25 പൈസയുടെ തുട്ട് കണ്ണിനോട് ചേർത്ത് വെച്ചാൽ നമുക്ക് ഈ ലോകം മുഴുവൻ മറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സൂര്യനെ കാണാൻ കഴിയാതെ വരും. വളരെ ചെറുതാണ് ആ തുട്ട്. സൂര്യനിൽ ഒരു പൊട്ടാകാനുള്ള വലിപ്പം പോലും അതിനില്ല. എന്നാൽ കണ്ണിനോട് ചേർത്ത് വെക്കാമെങ്കിൽ അത് സൂര്യനെ നമുക്ക് മറയ്ക്കും. സൂര്യൻ ചെറുതായതുകൊണ്ടല്ല, നാണയത്തൊട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്നതാണ് പ്രശ്നം. ഒരു വിശ്വാസിയുടെ തോൽവിയുടെ കാരണം ഇതാണ്: പ്രശ്നം എടുത്ത് കണ്ണിനോട് ചേർത്ത് വച്ചിരിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ പ്രശ്നത്തെക്കാൾ, നാം അഭിമുഖീകരിക്കുന്ന മല്ലനേക്കാൾ, സിംഹത്തേക്കാൾ, മറ്റ് രാഷ്ട്രീയ ശക്തികളേക്കാൾ, ഭരണകൂടത്തേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം എന്നത് ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഭൂതകാലമാണ് എപ്പോഴും അവർക്ക് നല്ലതായിട്ട് തോന്നിയത്. ഞങ്ങൾ മിസ്രയീമിലായിരുന്നപ്പോൾ എന്ന് എപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മരുഭൂമിയിൽ ചത്തൊടുങ്ങുവാൻ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ കൂട്ടർക്ക് കൊടുക്കേണ്ട പേര് ഇന്നലെയുടെ ആളുകൾ എന്നായിരിക്കും. എപ്പോൾ പറഞ്ഞാലും മുൻപൊക്കെ ഇതിനേക്കാൾ മെച്ചമായിരുന്നു, നല്ലതായിരുന്നു, പണ്ടൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് എന്നൊക്കെ പറയും. എപ്പോഴും പണ്ടത്തെ നാളിനെ പറ്റി പറയുന്നത് നല്ലതാണ് എങ്കിൽ പോലും, എന്നാൽ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരയണമേ എന്ന് പലരും പ്രാർത്ഥിക്കാറുമില്ല. ഇന്നലെയുടെ ആളുകളായി നമ്മൾ അധപതിച്ചു പോകാൻ പാടില്ല.
ഇന്നലകളിൽ നടത്തിയ ദൈവത്തിൻ്റെ കൃപയെയും ശക്തിയെയും ഓർത്ത് നാളുകളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഊർജം കൊള്ളുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ ഇന്നലകൾ മാത്രമായിരുന്നു നല്ലത്, ഇന്നുകൾ മോശമാണ് എന്ന കാഴ്ചപ്പാട് ജീവിതത്തിന് ഒരുപാട് വിരക്തി നൽകുന്നതാണ്. അവർ എപ്പോഴും അവരുടെ പണ്ടത്തെ നാളുകളെ ഓർത്ത് അതിൽ തളച്ചിടപ്പെട്ടവരായി മാറി. മനുഷ്യൻ ഇങ്ങനെ പലപ്പോഴും ഭൂതകാലത്തിൻ്റെ ചിന്തകളിൽ കെട്ടപ്പെട്ടവരായി ആ ഒരു ചങ്ങലയിൽ കിടന്ന് പിടയുന്നത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ നല്ലതാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇസ്രായേല്യർ ഇവിടെ അങ്ങനെ ഒരു നിലപാടിലാണ് കഴിയുന്നത്. അല്പം ഇറച്ചി തിന്നുവാൻ വേണ്ടി ഫറവോൻ്റെ പീഡനത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിച്ച വിശ്വാസികളാണിവർ. അത് അന്ന് മാത്രമല്ല, ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനുണ്ടാക്കിയ ചട്ടക്കൂട്ടിനകത്ത് കിടന്ന് വലയുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇന്നും ഉണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മുടെ ചങ്ങലകൾ തകർത്തിരിക്കുന്നു, നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കാനല്ല, ഇന്നലത്തെ ഭാഗ്യത്തെക്കുറിച്ച് പറയാനല്ല, നാളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം നാം എല്ലാവരും. ഇന്നലത്തെ തോൽവിയും ഇന്നത്തെ നേട്ടവും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് പാഠമായിരിക്കണം. എന്നാൽ ഇന്നലെയിൽ ജീവിക്കേണ്ട ആളുകളല്ല നമ്മളെന്ന ഓർമ്മ നമ്മളെ ഭരിക്കണം. തോൽവി ഓർത്ത് നിരാശപ്പെടുന്ന അനേകരുണ്ട്. ഇനിയും എന്നെക്കൊണ്ടൊരു ക്രിസ്തീയ ജീവിതം സാധിക്കയില്ല, ഞാൻ ആകപ്പാടെ പരാജയമാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ഇന്നലകളുടെ പാപത്തെ, ജീവിതത്തിൻ്റെ ഇന്നലകളുടെ പാപത്തെ ക്ഷമിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് അവനിൽ മുറ്റും ആശ്രയിക്കാം. ദൈവം ഇന്നലകളുടെ തോൽവിയെ മറക്കുന്നവനാണ്. ലോകവും കൂട്ടുകാരും ഒരുപക്ഷെ മറന്നു എന്ന് വരില്ല. മാതാപിതാക്കൾ ചിലപ്പോഴൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കും, ചിലപ്പോൾ സഹോദരങ്ങൾ ജീവിതത്തിൻ്റെ പരാജയത്തെ ഓർമ്മിപ്പിക്കും. എന്നാൽ നമ്മുടെ ദൈവം ക്ഷമിച്ചാൽ അത് മറക്കുന്നവനാണ്, പിന്നെ ഒരു കാലത്തും ഓർമ്മിപ്പിക്കുന്നവനല്ല. ഏറ്റു പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറവുകളും പാപങ്ങളും വീണ്ടും ബുദ്ധിയിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ ഓർത്ത് വളരെ പ്രതീക്ഷയോടെ നാളുകളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് ദൈവം. പ്രതിസന്ധിയുടെ മതിലുകളെക്കാൾ ദൈവം ഉയർന്നവനാണ്. അതുകൊണ്ടാണ് യെശയ്യാവിന് ദർശനം നൽകുന്നത്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിപ്പത്തിൻ്റെ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ട് പ്രതീക്ഷയോടെ മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. വലിയവനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ അടിയങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി സ്തോത്രം. ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ നന്ദിയോടെ ഓർത്ത് നാളുകളിലേക്ക് ധൈര്യത്തോടെ പ്രവേശിപ്പാനുള്ള കൃപ നൽകണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ പരാജയങ്ങളെ ജയമാക്കി മാറ്റുന്ന ദൈവമാണല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും ഊർജവും അതിനുള്ള ബലവും നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിക്കണമേ. സങ്കടകരമായ അനുഭവങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. കർത്താവെ, ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസവും വിടുതലും ധൈര്യവും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞ നല്ല നാളുകൾ ദാനമായി നൽകുമാറാകണമേ. യേശു മശിഹായുടെ നാമത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.